വെൽക്കം ബാക്ക് ടു ദി ഇക്കണോമിക്സ് ക്ലാസ്. ഇന്ന് നമ്മൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ PPF എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കിനെ കുറിച്ചാണ് നമ്മൾ ഇന്ന് അനലൈസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കിൽ ഏതൊക്കെയാണ് സാധാരണ എക്സാമിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഇതിൽ ചോദിക്കാറുള്ളത് അതെല്ലാം ഞാൻ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ കാണാൻ ശ്രമിക്കാം. അപ്പോൾ എത്രയും പെട്ടെന്ന് നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറഞ്ഞാൽ അതിന് പല പേരുകളിൽ അത് അറിയപ്പെടുന്നുണ്ട്. നമുക്ക് എക്സാമിന് പല പേരുകളിൽ ചോദിച്ചാലും നമ്മൾ എഴുതേണ്ടത് സെയിം കാര്യമാണ്. പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവ് എന്ന് പറയും, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ നമുക്കറിയാം, പിന്നെ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ബൗണ്ടറി എന്ന് പറയും, ട്രാൻസ്ഫോർമേഷൻ കർവ് എന്ന് പറയും, ട്രാൻസ്ഫോർമേഷൻ ഫ്രോണ്ടിയർ, ട്രാൻസ്ഫോർമേഷൻ ബൗണ്ടറി. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഈ പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഈ ഫ്രോണ്ടിയറിൻ്റെ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ പോസിബിലിറ്റി കർവിൻ്റെ എല്ലാ ടോപ്പിക്സ് നമ്മൾ കവർ ചെയ്യണം. അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ളത് എന്താണ് PPF, അതായത് പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്താണ്, വാട്ട് ഈസ് MRT, അതിന്റെ സ്ലോപ്പിനെ പറയുന്നതാണ്. PPF കോൺകേവ് ആണോ, ഇനി PPF സ്ട്രേറ്റ് ലൈൻ ആയിരിക്കാൻ പറ്റുമോ, PPF കോൺവെക്സ് ടു ഒറിജിൻ ആയിരിക്കോ, ഇനി PPFിലെ ഷിഫ്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്, അറ്റൈനബിൾ ആൻഡ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്താണ്, ഈ ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ കവർ ചെയ്യും. നമ്മൾ ഫസ്റ്റ് നോക്കുന്നത് എന്താണ് PPF എന്നാണ്, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ. ഏതൊക്കെ പോസിബിലിറ്റീസ് ഉണ്ട് പ്രൊഡക്ഷൻ നടക്കാനായിട്ട് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. അത് ശ്രദ്ധിക്കാം. അതായത് നമുക്കറിയാം ഒരു ഇക്കോണമിയിൽ റിസോഴ്സസ് എന്ന് പറയുന്നത് എപ്പോഴും ഫിക്സ്ഡ് ആയിരിക്കും അല്ലേ. റിസോഴ്സസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പൊ ലാൻഡ് എന്ന് പറഞ്ഞാൽ, ലേബർ എന്ന് പറഞ്ഞാൽ, ക്യാപിറ്റൽ, ഇതൊക്കെ റിസോഴ്സിൽ പെട്ടതാണ്. അപ്പൊ എല്ലാ ഇക്കോണമിക്കും ഫിക്സ്ഡ് ആയിട്ടുള്ള ഒരു റിസോഴ്സസ് ഉണ്ട്. ഈ റിസോഴ്സസ് വെച്ചിട്ടാണ് അവർ പ്രൊഡക്ഷൻ നടത്തുക. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഒരു ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ നടത്തുകയാണ്. രണ്ട് കമ്മോഡിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് ഇവർ എസ്യൂം ചെയ്യാണ്. ഏതെങ്കിലും രണ്ട് ഗുഡ്സ് മാത്രം ഒരു ഇക്കോണമി പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഞാനിവിടെ വീറ്റ് ആൻഡ് റൈസ് എന്ന് പറഞ്ഞ രണ്ട് സാധനങ്ങൾ മാത്രം, രണ്ട് കമ്മോഡിറ്റീസ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യുന്നതായിട്ടാണ് നിങ്ങൾക്ക് കാണിക്കുന്നത്. അപ്പോൾ ഇത് അവർ വിചാരിക്കുകയാണ് ഏറ്റവും ആദ്യം ഒരു വീറ്റ് മാത്രം പ്രൊഡ്യൂസ് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതായത് ഈ റിസോഴ്സസ് കംപ്ലീറ്റ്ലി ഇതിനു വേണ്ടി മാത്രം യൂസ് ചെയ്യുന്നു. അപ്പോൾ റൈസ് 0 ആണ് പ്രൊഡക്ഷൻ നടത്തുന്നത്. ഈ ഒരു കോമ്പിനേഷനെ നമുക്ക് A എന്ന് പറയാം. ഇനി വേറൊരു കോമ്പിനേഷൻ അവർ പ്രൊഡ്യൂസ് ചെയ്യാൻ തീരുമാനിച്ചു. വീറ്റിന്റെ പ്രൊഡക്ഷൻ ഒരു 9 യൂണിറ്റ് ആയിട്ട് കുറച്ചു, അതായത് 1 യൂണിറ്റ് കുറച്ചിട്ട് ഈ റൈസിന്റെ പ്രൊഡക്ഷൻ 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. കണ്ടോ, ആദ്യം റൈസ് 0 ആയിരുന്നു, ഇവിടെ വീറ്റ് 1 യൂണിറ്റ് കുറച്ചിട്ട് റൈസ് 1 യൂണിറ്റ് കൂട്ടി. വീണ്ടും അടുത്തൊരു കോമ്പിനേഷൻ ആയിട്ട് അവർ തീരുമാനിക്കുകയാണ് 7 യൂണിറ്റ്സ് വീറ്റ് പ്രൊഡ്യൂസ് ചെയ്തിട്ട് ഒരു 2 യൂണിറ്റ്സ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇനി വീണ്ടും ഈ വീറ്റിന്റെ പ്രൊഡക്ഷൻ എന്ന് പറയുന്നത് 4 യൂണിറ്റ്സ് ആയിട്ട് കുറച്ചിട്ട് റൈസ് 3 യൂണിറ്റ്സ് ആയിട്ട് മാറ്റി. ഇനി വേറൊരു കോമ്പിനേഷൻ പറയുന്നു ഈ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല, പകരം എന്താണ്, അവർ റൈസ് 4 യൂണിറ്റ്സ് പ്രൊഡ്യൂസ് ചെയ്യാണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം ഇതിൽ ഇവർ റെഡ്യൂസ് ചെയ്യുന്നു. ഇവിടെ ആദ്യം 1 റെഡ്യൂസ് ചെയ്തുള്ളൂ, പിന്നത്തെ കേസ് വന്നപ്പോൾ അവർ 2 യൂണിറ്റ്സ് റെഡ്യൂസ് ചെയ്തു. പക്ഷെ ഇവിടെ ഇൻക്രീസ് ചെയ്തത് 1 യൂണിറ്റേ ഉള്ളൂ. അതിന്റെ അർത്ഥം എന്താ, അതായത് ഇപ്പോൾ ഒരു ലേബർ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അയാൾ ചിലപ്പോൾ അത്ര എഫിഷ്യന്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാൻ എഫിഷ്യന്റ് ആയിരിക്കും. ചില ആൾക്കാർ റൈസ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് അത്ര എഫിഷ്യന്റ് ആയിരിക്കണം എന്നില്ല, പക്ഷെ വീറ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് എഫിഷ്യന്റ് ആയിരിക്കും. അത് ഇതിലുണ്ടാകുന്ന ഒരു ചേഞ്ച് എന്ന് പറയുന്നത് അവിടുത്തെ ടെക്നോളജിയോ അല്ലെങ്കിൽ അവിടുത്തെ ലേബേഴ്സിന്റെ എഫിഷ്യൻസിയോ അതിനനുസരിച്ചിട്ടാണ് പ്രൊഡക്ടിവിറ്റിയിൽ ചേഞ്ച് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ ഉണ്ടല്ലോ, അതായത് ഒരു യൂണിറ്റ് ഡിക്രീസ് ചെയ്തിട്ട് ഒരു യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു, അതായത് പല കോമ്പിനേഷൻസിൽ അവർ ഒരു ഇക്കോണമിയിൽ പ്രൊഡക്ഷൻ നടത്താണ്. ഇതിന്റെ ഒരു ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് എന്ത് പറയാ, പ്രൊഡക്ഷൻ പോസിബിലിറ്റി ഫ്രോണ്ടിയർ എന്ന് പറയാം. ഇപ്പൊ ഇതിന്റെ ഒരു ഗ്രാഫ് വരയ്ക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ വരയ്ക്കാം, OY ആക്സിസ് OX ആക്സിസ്. OY ആക്സിസിൽ വീറ്റ് എടുക്കുന്നു, OX ആക്സിസിൽ റൈസ് എടുക്കുകയാണ്. അപ്പൊ നമുക്ക് കാണാം ഇവിടെ OY ആക്സിസിൽ 10 വരെയാണുള്ളത്, OX ആക്സിസിൽ എത്ര 4 വരെ, 4 വരെയുണ്ട്, 1 2 3 4. ഇതുപോലെ തന്നെ ഇതിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടും ഫസ്റ്റത്തെ പോയിന്റ് നമുക്ക് റൈസ് 0 ആണെങ്കിൽ ഇവിടെ വീറ്റ് 10 യൂണിറ്റ്സ് ആണ്. അതേപോലെ തന്നെ നെക്സ്റ്റ് കോമ്പിനേഷൻ B എന്ന് പറയുന്നത് 9 യൂണിറ്റ്സിൽ എടുക്കുമ്പോൾ ഇവിടെ നമുക്ക് 1 എന്ന് കിട്ടുന്നു. പിന്നെ 7 യൂണിറ്റ്സ് എടുക്കുമ്പോഴോ 2 എന്ന് കിട്ടുന്നു. അതുപോലെ 4 യൂണിറ്റ്സ് വീറ്റ് എടുക്കുമ്പോഴോ 3 യൂണിറ്റ്സ് ആണ് റൈസ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പൊ നിങ്ങൾ ഇത് വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതാണ്ട് ഇങ്ങനെ ഒരു ഷേപ്പിൽ ഒരു കർവ് ഇങ്ങനെ കിട്ടും, ഇങ്ങനെ ഒരു ഷേപ്പിൽ. ഇതൊരു കോൺകേവ് ഷേപ്പാണ്, ഇതിന്റെ കോൺകേവ് ഷേപ്പ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് പിന്നെ പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ഇതിനെ പറയുന്നതാണ് എന്ത്, ഇതിന്റെ ഗ്രാഫിക്കൽ, ഈ ഒരു ടേബിളിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷൻ. ഈ ടേബിൾ എന്താണ് പ്രസന്റ് ചെയ്യുന്നത്, അതായത് ഒരു ഇക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് ഏതെങ്കിലും രണ്ട് ഔട്ട്പുട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്യാണ്.
ഫിക്സ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും റിസോഴ്സസും വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുകയാണ്. അതിന്റെ ഗ്രാഫിക്കൽ റെപ്രസെന്റേഷനെയാണ് എന്ത് പറയുക, PPF എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൽ നോക്കുക, PPF ഈസ് എ ഗ്രാഫ് ദാറ്റ് ഷോസ് ഓൾ ദി ഡിഫറെന്റ് കോമ്പിനേഷൻസ് ഓഫ് ഔട്ട്പുട്ട് ഓഫ് ടു ഗുഡ്സ്, കണ്ടോ, ദാറ്റ് ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ് യൂസിങ് അവൈലബിൾ റിസോഴ്സസ് ആൻഡ് ടെക്നോളജി. റിസോഴ്സ് എപ്പോഴും കോൺസ്റ്റന്റ് ആയിട്ട് നിൽക്കുകയാണ്. റിസോഴ്സ് ഇൻക്രീസ്ഡ് ആവുന്ന കേസുകളുണ്ട്, പക്ഷേ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സ് ഒരു സമയത്ത് ആ റിസോഴ്സസ് ഫിക്സ്ഡ് ആണല്ലോ, ആ പീരീഡ് ഓഫ് ടൈമിൽ. അപ്പോൾ ആ ഫിക്സ്ഡ് ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അല്ലെങ്കിൽ ടെക്നോളജി വെച്ചിട്ട് പ്രൊഡക്ഷൻ നടത്തുന്നു. അതിന്റെ ഗ്രാഫിക്കൽ ആയിട്ടുള്ള റെപ്രസെന്റേഷനെയാണ് നമ്മൾ എന്ത് പറയാ, PPF എന്ന് പറയാ. ക്ലിയർ അല്ലേ? ഇനി നമ്മൾ നേരത്തെ കണ്ട ആ ഗ്രാഫിലെ ഈ ഒരു ചേഞ്ചിനെ ഞാനിവിടെ എഴുതാൻ പോവാണ്. അതായത് വീറ്റ് 10 യൂണിറ്റിൽ നിന്ന് 9 യൂണിറ്റ്സിലേക്ക് മാറുന്നു, പക്ഷേ റൈസ് 0യിൽ നിന്ന് 1 ആയിട്ട് ഇൻക്രീസ് ചെയ്തു. അതായത് 1 യൂണിറ്റ് ഞാനിവിടെ സാക്രിഫൈസ് ചെയ്തപ്പോൾ 1 യൂണിറ്റ് ഇനി ഇൻക്രീസ് ചെയ്തു. നെക്സ്റ്റ് കേസിൽ സി എന്ന് പറഞ്ഞ കോമ്പിനേഷനിൽ 2 യൂണിറ്റ്സ് സാക്രിഫൈസ് ചെയ്തപ്പോൾ 1 യൂണിറ്റ് റൈസ് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും 7 4ലേക്ക് ആയൊരു മാറ്റം, അതായത് വീറ്റ് 7 യൂണിറ്റ്സ് ആയിരുന്നു 4 യൂണിറ്റ്സ് ആയിട്ട് ഡിക്രീസ് ചെയ്തു. അതായത് 3 യൂണിറ്റ്സ് ഡിക്രീസ് വരികയാണ് ഇവിടെ, കണ്ടോ. അപ്പൊ 3:1 എഴുതാം. 1 യൂണിറ്റ് ആണ് ഇൻക്രീസ് ചെയ്തത്. വീണ്ടും 4 യൂണിറ്റ്സ് ഡിക്രീസ് ചെയ്തിട്ടാണ് 1 യൂണിറ്റ് വീണ്ടും റൈസിന്റെ പ്രൊഡക്ഷൻ നടത്തിയത്. അപ്പൊ ഇതിനെയാണ് നമ്മൾ എന്ത് പറയാ, MRT എന്ന് പറയാം. അതായത് സ്ലോപ്പ് ഓഫ് PPF ആണ്, മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയും. അപ്പൊ ഇതിനെ തന്നെ നിങ്ങൾ കാണും MOC എന്ന് കൂടി ചിലപ്പോൾ നിങ്ങൾ ടെക്സ്റ്റുകളിൽ കണ്ടിട്ടുണ്ടോ. മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് അതിന് പറയാ, MOC. അതും കൂടി ആ വേർഡും കൂടി നിങ്ങൾ ഓർത്ത് വെക്കാട്ടോ. അത് രണ്ടും പറയുന്നത് സെയിം ആണ്, മാർജിനൽ ഓപ്പർച്യൂണിറ്റി കോസ്റ്റ്. അപ്പോൾ ഇതിൽ നിങ്ങൾ ശ്രദ്ധിക്കുക, MRT എന്ന് പറയുന്നത് അതിന്റെ ഇക്വേഷൻ ചേഞ്ച് യൂണിറ്റ് സാക്രിഫൈസ്ഡ് ഡിവൈഡഡ് ബൈ ചേഞ്ച് യൂണിറ്റ്സ് ഗെയിൻഡ് ആണ്. അപ്പൊ കണ്ടോ, സാക്രിഫൈസ് ചെയ്തതാണ് ഫസ്റ്റ് നമ്മൾ എഴുതിയത്, ഡിവൈഡഡ് ബൈ ചേഞ്ച് യൂണിറ്റ്സ് ഇൻ ഗെയിൻഡ്, എത്ര യൂണിറ്റ് നേടി എന്നുള്ളതാണ്. അപ്പൊ MRT എന്ന് പറയുന്നത്, MRT is the ratio of number of units of a commodity sacrificed, കണ്ടോ, sacrificed to gain an additional unit of another commodity. അപ്പൊ ഇതിന്റെ ഒരു റേഷ്യോനെയാണ് നമ്മൾ എന്ത് പറയാ, MRT എന്ന് പറയുന്നത്. ക്ലിയർ അല്ലേ? മാർജിനൽ റേറ്റ് ഓഫ് ട്രാൻസ്ഫോർമേഷൻ എന്ന് ചോദിച്ചാൽ നമ്മൾ എക്സാമിന് ചോദിച്ചതായിട്ട് ഇത് ഓർത്തിരിക്കുക കേട്ടോ. ഇനി ഇതിന്റെ പല ഷേപ്സ് ഉണ്ട്. ഈ PPFന്റെ പല ഷേപ്പുകളെ കുറിച്ച് ഞാൻ പെട്ടെന്ന് പറയാം. കോൺകേവ് ഷേപ്പ് ഉണ്ട് PPFന്, അതുപോലെ ചിലപ്പോൾ ഇത് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് വരാം, ചിലപ്പോൾ കോൺവെക്സോ ആയിട്ട് വരാം. ഏത് കേസുകളിലാണ് ഇത് നമ്മൾ ഇത്ര നേരം പഠിച്ച സെയിം കേസാണ് ഞാൻ ഇവിടെ അനലൈസ് ചെയ്തിരിക്കുന്നത്. അതായത് 1:1, പിന്നത്തെ ഏതാണ് 2:1, പിന്നെ 3:1 ആണ്, നെക്സ്റ്റ് 4:1 ആണ്. കണ്ടോ, ഇവിടെ നിന്ന് വന്ന റിഡക്ഷൻ, ഈ റിഡക്ഷൻ ആണ് ഇവിടെ 1 2 3 4 എന്ന് വന്നിട്ടുള്ളത്. ഗെയിൻ ആണ് 1 2 3 4, എല്ലാം 1 യൂണിറ്റ് ആണ് ഇൻക്രീസ് ചെയ്തത്. കണ്ടോ, അപ്പൊ ഇവിടെ നിങ്ങൾക്ക് കാണാം ഇവിടെ MRT എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്യാണ് ചെയ്തത് അല്ലെ. 1 2 3 4ലേക്ക് എത്തി, MRT ഇവിടെ ഇൻക്രീസ് ചെയ്തു. MRT ഇൻക്രീസ് ചെയ്യുമ്പോൾ PPF എന്തായിരിക്കും, PPFന്റെ ഷേപ്പ് എന്ന് പറയുന്നത് കോൺകേവ് ആണ്. നിങ്ങൾ ഇത് വരച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ഷേപ്പിൽ നിങ്ങൾക്ക് കിട്ടും. ഓക്കെ, അപ്പൊ ഇതിനെയാണ് നമ്മൾ പറയുന്നത് കോൺകേവ് എന്ന് പറയാം. അതായത് MRT എന്ന് പറയുന്നത് ഇൻക്രീസിങ് ആണെങ്കിൽ PPF എന്തായിരിക്കും, PPF കോൺകേവ് ഷേപ്പിലാണ്. ക്ലിയർ അല്ലേ? ഇനി അടുത്ത് സ്ട്രെയിറ്റ് ലൈൻ PPF വരുന്ന കേസസ് എന്ന് പറയുന്നത്, വീറ്റ് 1 യൂണിറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ റൈസ് 1 യൂണിറ്റ് ഇൻക്രീസ് ചെയ്തു. വീണ്ടും 1 യൂണിറ്റ് വീറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ 1 യൂണിറ്റ് റൈസ് ഇൻക്രീസ് ചെയ്തു. നോക്കിക്കോ, എല്ലാത്തിലും 1 യൂണിറ്റ് വീറ്റ് ഡിക്രീസ് ചെയ്തു, 1 യൂണിറ്റ് റൈസ് ഇൻക്രീസ് ചെയ്തു, റൈസിന്റെ പ്രൊഡക്ഷൻ ഇൻക്രീസ് ചെയ്തു. അപ്പോൾ 1:1 1:1 1:1 എന്നാണ് ഇതിൽ നിങ്ങൾക്ക് കിട്ടുക. അതായത് MRT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, MRT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ PPFന്റെ ഷേപ്പ് എന്താണെന്ന് നോക്കാം. നമുക്കിത് വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഇങ്ങനെ കിട്ടും. കണ്ടോ, അപ്പൊ PPF എന്ന് പറയുന്നത് എന്താണ്, PPF എന്ന് പറയുന്നത് ഇവിടെ ഈ സ്ട്രെയിറ്റ് ലൈൻ ആണ്. സ്ട്രെയിറ്റ് ലൈൻ ഏത് കേസിലെ, MRT എന്ന് പറയുന്നത് കോൺസ്റ്റന്റ് ആണെങ്കിൽ, MRT കോൺസ്റ്റന്റ് ആണെങ്കിൽ ഇത് PPF എന്ന് പറയുന്നത് സ്ട്രെയിറ്റ് ലൈൻ ആണ്. അപ്പൊ ഇതൊക്കെ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നതാണ് കേട്ടോ, മനസ്സിലാക്കി വെക്കാം. ഇനി അടുത്തൊരു കേസ് കോൺവെക്സ് PPF ആണ്. കോൺവെക്സ് PPF എന്ന് പറയുമ്പോൾ എന്താണ്, ശ്രദ്ധിക്കുക, ഇതിൽ വേറൊരു കേസ് ഞാൻ കാണിക്കുകയാണ്. വീറ്റ് എന്ന് പറയുന്നത് ഇവിടെ 21 യൂണിറ്റ്സ് ആയിരുന്നു, അപ്പൊ റൈസ് 0 ആണ്. വീറ്റ് 15 യൂണിറ്റ്സ് ആയിട്ട് കുറച്ചിട്ടാണ് അവർ 1 യൂണിറ്റ് റൈസ് ഇൻക്രീസ് ചെയ്തത്. അതായത് 6 യൂണിറ്റ്സ് വീറ്റ് ഡിക്രീസ് ചെയ്തപ്പോൾ 1 യൂണിറ്റ് റൈസ് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും അത് 5 യൂണിറ്റ്സ് വീറ്റ് ഡിക്രീസ് ചെയ്തിട്ട് 1 യൂണിറ്റ് റൈസ് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും 10ൽ നിന്ന് 6ലേക്ക് പോയപ്പോൾ 4 യൂണിറ്റ്സ് ഡിക്രീസ് ചെയ്തിട്ട് 1 യൂണിറ്റ് റൈസ് പ്രൊഡ്യൂസ് ചെയ്തു. വീണ്ടും എത്രയാണ്, 3 യൂണിറ്റ്സ് വീറ്റ് ഡിക്രീസ് ചെയ്തു, പ്രൊഡക്ഷനെ ഡിക്രീസ് ചെയ്തിട്ട് 1 യൂണിറ്റ് ചെയ്തു. അപ്പോൾ ഇവിടെ എന്താണ് നിങ്ങൾ കാണുന്നത്, MRT എന്ന് പറയുന്നത് ഡിക്രീസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. MRT എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണ്. ഇത് നിങ്ങൾ വരച്ച് നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇങ്ങനൊരു
കോൺവെക്സ് ഷേപ്പിൽ ഒരു ലൈൻ ഇങ്ങനെ കിട്ടും. കോൺവെക്സ്, ഇത് കോൺവെക്സ് ആണ്. അതായത് PPF എന്ന് പറയുന്നത് എന്താണ്? കോൺവെക്സ് ആണ്. അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കുക, MRT എന്ന് പറയുന്നത് ഡിക്രീസിങ് ആണെങ്കിൽ PPF എന്ന് പറയുന്നത് കോൺവെക്സ് ആയിരിക്കും. ഇത് മൂന്നും നിങ്ങൾ മനസ്സിലാക്കി വീണ്ടും വീണ്ടും വീഡിയോ കേൾക്കുക. ഞാൻ വീണ്ടും വീണ്ടും പറഞ്ഞാൽ ഇത് ഒത്തിരി ലെങ്തി ആയി പോകും. അപ്പം ഇത് സാധാരണ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കുന്നതാണ്. അപ്പോൾ ഓർത്ത് വയ്ക്കുക, MRT ഇൻക്രീസ് ചെയ്യുമ്പോൾ കോൺകേവ് PPF ആണ്, MRT കോൺസ്റ്റന്റ് ആയിരിക്കുമ്പോൾ PPF സ്ട്രെയിറ്റ് ലൈൻ ആണ്, MRT ഡിക്രീസ് ചെയ്യുമ്പോൾ PPF കോൺവെക്സ് ആണ്. ഈ മൂന്ന് കാര്യങ്ങളും ഓർത്ത് വയ്ക്കുക. ഇനി ഇതുപോലെ ചോദിക്കുന്ന മറ്റൊരു ക്വസ്റ്റ്യൻ ആണ് അറ്റൈനബിൾ ആൻഡ് അൺഅറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് വെച്ചാൽ എന്താണ്? അപ്പൊ നിങ്ങൾ കാണാം, ഒരു PPF കാണുന്ന എല്ലാ പോയിന്റ്സും, PPFന്റെ ഉള്ളിലുള്ള പോയിന്റ്സും എല്ലാം അറ്റൈനബിൾ ആണ്. അതായത് അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് വെച്ചിട്ട് അവർക്ക് പ്രൊഡക്ഷൻ നടത്താൻ സാധിക്കുന്ന ഒരു പോയിന്റ് ആണ് ഇത്. ഈ ഒരു ബൗണ്ടറിയുടെ പുറത്തേക്ക് അവർക്ക് അറ്റൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഈ ബൗണ്ടറിയുടെ ഉള്ളിലത്തെ ഏത് പോയിന്റ്സ് വേണമെങ്കിലും, അല്ലെങ്കിൽ ബൗണ്ടറിയുടെ ഉള്ളിൽ ആ ലൈനിലുള്ള പോയിന്റ്സ് ഏത് വേണമെങ്കിലും അവർക്ക് എടുക്കാനായിട്ട് പറ്റും, ചൂസ് ചെയ്യാനായിട്ട് പറ്റും. പക്ഷെ ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കുക, ഒപ്റ്റിമം ആയിട്ടുള്ള യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണെങ്കിൽ, എന്താ ഞാൻ പറഞ്ഞത്? ഒപ്റ്റിമം, ആ വേർഡ് ശ്രദ്ധിക്കുക, ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണെങ്കിൽ, യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണെങ്കിൽ നമുക്ക് ഈ PPFന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് ആണ് നമ്മൾ എടുക്കുക. ABC, PPFന്റെ ഉള്ളിലുള്ള PPFലുള്ള പോയിന്റ്സ് കണ്ടോ, ABC, അതാണ് ഒപ്റ്റിമൽ ലൊക്കേഷൻ. പക്ഷെ അറ്റൈനബിൾ ആയിട്ടുള്ളത് ഏതൊക്കെയാണ്? ABCD, D വരെ നമുക്ക് അറ്റൈനബിൾ ആണ്. ഇതിനെ നമ്മൾ എന്താ പറയാ? അറ്റൈനബിൾ പോയിന്റ്സ് എന്ന് പറയും. അറ്റൈനബിൾ, കേട്ടോ, അറ്റൈനബിൾ കോമ്പിനേഷൻസ് എന്ന് പറയും. പക്ഷെ ഡി എന്ന് പറയുന്നത് ഇവിടെ ഉള്ളിലാണ് ഇരിക്കുന്നത്. അതായത് അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് ആണ്. റിസോഴ്സസ് വേണ്ട വിധത്തിൽ ഉപയോഗിച്ചിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. അണ്ടർ യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സസ് എന്നാണ് അതിന് പറയാ. ഈ എന്ന് പറഞ്ഞ പോയിന്റ് ആണെങ്കിൽ അത് അൺഅറ്റൈനബിൾ ആണ്. കാരണം നമുക്ക് അത്രയും റിസോഴ്സസ് ഇല്ല. അതുകൊണ്ട് ആ ഒരു അറ്റൈനബിൾ ഇതിലേക്ക് നമുക്ക് എത്താൻ സാധിക്കില്ല. സോ ഈ എന്ന് പറയുന്നത് അൺഅറ്റൈനബിൾ ആണ്. ഡി എന്ന് പറയുന്നത് അണ്ടർ യൂട്ടിലൈസേഷൻ കോമ്പിനേഷൻ ആണ്. പിന്നെ ABC എന്ന് പറയുന്നത് എന്താണ്? അത് ഒപ്റ്റിമം യൂട്ടിലൈസേഷൻ ഓഫ് റിസോഴ്സ് ആണ്. ABCD എല്ലാം അറ്റൈനബിൾ പോയിന്റ്സ് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു പോയിന്റും കൂടി ഇതിൽ പഠിക്കാനുണ്ട്. അതായത് ഷിഫ്റ്റ് ആണ്. രണ്ട് രീതിയിലുള്ള ഷിഫ്റ്റ് ഉണ്ട്. റൈറ്റ് വേർഡ് ഷിഫ്റ്റും ഉണ്ട്, ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റും ഉണ്ട്. റൈറ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ PPF കർവ് എന്ന് പറയുന്നത് റൈറ്റിലേക്ക് ഷിഫ്റ്റ് ചെയ്യുക എന്ന് വെച്ചാൽ എന്താ? അതായത് റിസോഴ്സസ്, ഗ്രോത്ത് ഇൻ റിസോഴ്സസ് വരികയാണ്, അല്ലെങ്കിൽ ടെക്നോളജിക്കൽ അപ്ഗ്രഡേഷൻ വരികയാണ് രണ്ട് ഗുഡ്സിലും. പിന്നെ ലെഫ്റ്റ് വേർഡ് ഷിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഇവിടെ റിസോഴ്സസ് അല്ലെങ്കിൽ ടെക്നോളജിക്കൽ ഡിഗ്രേഷൻ വരികയാണ്, അതുപോലെ ഡിഗ്രഡേഷൻ വരികയാണ്, അതുപോലെ റിസോഴ്സസ് ഡിക്രീസ് ചെയ്യാണ്. ഡിഗ്രഡേഷൻ ഓക്കെ, ഡിഗ്രഡേഷൻ ആണത്. ഓക്കെ, ബോത്ത് ഗുഡ്സ്. ഓക്കെ, അപ്പൊ ഇത് ഷിഫ്റ്റ് ഇൻ PPF, ഇത് ഇതും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ഇതിൽ മനസ്സിലാക്കി വെക്കുക. ഞാൻ പറഞ്ഞു ഷിഫ്റ്റ് ഇൻ PPFും അതുപോലെ തന്നെ PPFന്റെ ഷേപ്സ്, അത് സാധാരണ ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസിന് ചോദിക്കാറുള്ളതാണ്. അപ്പൊ ഇത്രയൊക്കെയാണ് ഇതിലത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്സ്. അടുത്തൊരു ടോപ്പിക് നമുക്ക് അടുത്തൊരു ക്ലാസ്സിൽ അനലൈസ് ചെയ്യാം. അതുവരേക്കും എല്ലാവർക്കും ഹാവ് എ നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. താങ്ക് യു. വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുതെന്ന് ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുന്നു. താങ്ക് യു.